സുജിൻ്റെ SIR രാഷ്ട്രീയ വിയോജിപ്പുണ്ട്. രാഷ്ട്രീയ വിയോജിപ്പ് അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു തലം. ഇത് സാങ്കേതികമായി കമ്മീഷൻ പറയുന്നത് പോലെ ഇത് നമ്മുടെ വോട്ടർ പട്ടികയെ ഈ പറഞ്ഞ ശുദ്ധീകരിക്കാനുള്ള പണിയാണെങ്കിൽ ഇത് സമയമെടുക്കണം. ഇപ്പോൾ നോക്കൂ, ഇത് രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ എഴുന്നേറ്റ് ഓരോ വീട്ടിൽ പോകുന്നു. ഇപ്പോൾ കേരളത്തിൽ ബീഹാർ പോലല്ല, എല്ലാ വീട്ടിലും എന്താണ് അവിടുത്തെ പുരുഷന്മാരും സ്ത്രീകളും ജോലിക്ക് പോകുന്ന വീടുകളാണ് എല്ലാവരും. രാവിലെ പോകുമ്പോഴേക്കും അവർ ജോലിക്ക് പോകുന്ന തിരക്കിലുള്ളവരായിരിക്കും. പെട്ടെന്ന് ഒക്കെ നടന്നു വരില്ല. അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോഴേക്കും വീട്ടിൽ എപ്പോഴും ആളുണ്ടാകുന്ന ഒരു നിർബന്ധവും ഇല്ല. ഈ പോകുന്ന വഴിയിൽ ആളില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ഈ കൺഫ്യൂഷൻ പരിഹരിച്ച് ഈ ഫോം എടുത്ത് സ്കാൻ ചെയ്ത് ആപ്പിൽ കയറ്റി പിന്നെ അത് പൂരിപ്പിച്ച് തിരിച്ച് വീണ്ടും സ്കാൻ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ സമയമെടുക്കുന്ന ഒരു പ്രോസസ് അവിടെ ഉണ്ട്. അതിന് മതിയായ കൊടുക്കാനുള്ള സമയം കേരളത്തിലുണ്ട്. അത് തദ്ദേശത്തോടൊപ്പം തന്നെ നടത്തണമെന്ന വാശി പിടിക്കൽ, ഇന്ന തീയതിക്ക് മുമ്പ് നടപ്പാക്കണമെന്ന വാശി പിടിക്കൽ, ആ വ്യഗ്രത നല്ല ലക്ഷ്യത്തിലുള്ള വ്യഗ്രതയല്ല സുജിൻഡോ. തീർച്ചയായിട്ടും അല്ല കാശ്മി, അല്ല. അതിന് ഒന്ന് രണ്ട് കാര്യം എനിക്ക് അതിനു മുമ്പ് ജിതിൻ ദേവിനോട് പറയാനുണ്ട്. ഒന്ന്, ഞാനൊരു വൈറ്റ് കോളർ പൊളിറ്റീഷ്യൻ ആണെന്നുള്ള താങ്കളുടെ നിരീക്ഷണം, അത് താങ്കൾ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത്. താങ്കൾ പറയുന്ന രാഷ്ട്രീയ താല്പര്യമുള്ള താങ്കളുടെ വാദങ്ങളോട് ഞാൻ എതിർക്കുന്നത് കൊണ്ട് ഞാനൊരു മോശക്കാരനോ അല്ലെങ്കിൽ വൈറ്റ് കോളർ പൊളിറ്റീഷ്യൻ ആണെന്നല്ല പറയേണ്ടത്. ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ ശരി തെറ്റുകളാണ് പറയേണ്ടത്. ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ ആശങ്കയാണ് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരം പറയേണ്ടത്. അതിന് പകരം ആക്ഷേപിക്കുകയല്ല. താങ്കളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ തൊട്ട് ഇങ്ങ് താഴെയുള്ളവർ വരെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ആക്ഷേപിക്കുന്ന ഈ പരിപാടി ഒന്ന് നിർത്തണം. കാരണം താങ്കൾ ഹാഷ്മിയോട് പറഞ്ഞു ഫോം ഫില്ല് ചെയ്തു, ജിതിൻ ദേവ് നന്നായിട്ട് ഫോം ഫില്ല് ചെയ്തു, ഹാഷ്മിയെയും പഠിപ്പിക്കാമെന്ന്. ഹാഷ്മിയെ അല്ല പഠിപ്പിക്കേണ്ടത്, കേരളത്തിലെ മുഴുവൻ ആളുകളെയും മുഴുവൻ വോട്ടർമാരെയും ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അതിന് BJP ഒരു പ്രത്യേകം മോർച്ച ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സെല്ലുണ്ടാക്കുക. അല്ലെങ്കിൽ ഈ പണി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സംശയങ്ങളില്ലാതെ ഈ ചെയ്യാനായിട്ട് BLOമാർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുക. നിലവിൽ കിട്ടിയിട്ടുള്ള ട്രെയിനിങ് പോലും അപര്യാപ്തമാണ്, വേണ്ടത്ര രീതിയിൽ മനസ്സിലാകുന്നില്ല, പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ള പരാതി നിലനിൽക്കുമ്പോൾ ജിതിൻ ദേവിന് മാത്രമുള്ള ആ പ്രത്യേക കഴിവ് മറ്റാർക്കും ഉണ്ടാകില്ലെന്നേ. ഞങ്ങൾക്കൊക്കെ ചില പരിമിതികളുണ്ടാവും. എല്ലാവരും നിങ്ങളെപ്പോലെ മിടുക്കന്മാരായിരിക്കില്ലല്ലോ. അതുകൊണ്ട് അതല്ല വേണ്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അടുത്ത് താങ്കൾ പറയുന്ന നല്ല അടിപൊളി ഫോട്ടോ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫോട്ടോ ഒക്കെ വെച്ച് കൊടുക്കുന്നത്, ഹാഷ്മിയുടെ ഫോട്ടോ തന്നെ വെച്ച് കൊടുക്കണമെന്നൊരു നിർബന്ധം കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ ആ ബ്രസീലിയൻ മോഡൽ ലാരിസയുടെ ഫോട്ടോ ഒക്കെ വെച്ച് കൊടുത്താൽ വലിയ ബുദ്ധിമുട്ടാവും. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സാങ്കേതിക പിഴവ് മൂലം എല്ലാവർക്കും ഒരു ഫോട്ടോ തന്നെ വെച്ചാൽ വലിയ പ്രയാസമാണ്. കേരളത്തിൽ ഫോട്ടോ മാറിയ ID കാർഡോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ വേറൊരു ഫോട്ടോ ആയിട്ട് വോട്ട് ചെയ്യാൻ ചെന്നാൽ ചിലപ്പോൾ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, വലിയ പ്രയാസമാണ്. ഞാനൊരു വൈറ്റ് കോളർ പൊളിറ്റീഷ്യൻ അല്ലാത്തത് കൊണ്ട്, ബൂത്തിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ളത് കൊണ്ട്, ഫോട്ടോ ID കാർഡിലെ ഫോട്ടോയും വോട്ടർ പട്ടികയിലെ ഫോട്ടോയും പേരും അഡ്രസ്സും വീട്ടു നമ്പറൊക്കെ മാറിയാൽ വോട്ട് ചെയ്യാൻ സാധാരണഗതിയിൽ ഞങ്ങളുടെ നാട്ടിലൊന്നും സമ്മതിക്കാറില്ല. എൻ്റെ നാട് എറണാകുളം ജില്ലയിലെ അയ്യമ്പുഴ പഞ്ചായത്താണ്. അടുത്തത് താങ്കൾ പറഞ്ഞ SIR ഹരിയാനയിൽ സമ്മതിക്കും. ഹരിയാനയിൽ സമ്മതിക്കും. ഹരിയാനയിൽ മാത്രമല്ല മറ്റു പല സ്ഥലത്തും സമ്മതിക്കാറുണ്ട്. അപ്പോൾ അവർ അതൊക്കെ ചോദ്യം ചെയ്താൽ നമ്മൾ മോശക്കാരാവും, വൈറ്റ് കോളറാവും. ഈ എല്ലാത്തിനും വൈറ്റ് കോളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും സ്ഫോടനം നടന്നാൽ വൈറ്റ് കോളർ തീവ്രവാദികൾ, ചോദ്യം ചോദിച്ചാൽ വൈറ്റ് കോളർ പൊളിറ്റീഷ്യൻ, എല്ലാത്തിനും വൈറ്റ് കോളറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പോക്സോ കേസിൽ ജീവിതാവസാനം ജീവപര്യന്തം കിട്ടിയ RSS നേതാവ് വൈറ്റ് കോളർ റേപ്പിസ്റ്റ് ആണെന്ന് കൂടി നിങ്ങളൊന്ന് സമ്മതിച്ചു തരികയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയും പറയാമല്ലോ, അങ്ങനെയും പറയേണ്ടതാണല്ലോ. ഒരു കാര്യം കൂടി, ഇന്ത്യയിൽ SIR-ൽ ആശങ്കയില്ലാത്ത ഹലോ, നിങ്ങൾ ഞാൻ ദേഷ്യപ്പെട്ടില്ലല്ലോ. ഞാൻ വളരെ തിരിച്ചുകൊണ്ട് സൗമ്യനായിട്ടാണ് പറയുന്നത്. അല്ല, കുഴപ്പമില്ല. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്, കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനം ജീവിക്കുന്ന മനുഷ്യനാണ്, വൈറ്റ് കോളർ അല്ല. അല്ല ജിതിൻ്റെ, താങ്കൾ ആശങ്കപ്പെടല്ല. ഞാൻ താങ്കളോട് വളരെ സൗമ്യനായിട്ടാണ് സംസാരിച്ചത്. നമ്മൾ തമ്മിൽ ഒരു തർക്കത്തിനുള്ള ഒരു സാധ്യത പോലും ഈ ചർച്ചയിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇന്ത്യയിൽ SIR നടപ്പാക്കുന്നതിൽ ആശങ്കയില്ലാത്ത ഒരേ ഒരു പാർട്ടി BJP ആണ്. അതാണ് ഏറ്റവും വലിയ സംശയവും. SIR നടപ്പാക്കുന്നതിൽ ആശങ്കയില്ലാത്ത ഒരേ ഒരു പാർട്ടി, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസമുള്ള ഒരേ ഒരു മുന്നണി NDAയും ഒരേ ഒരു പാർട്ടി BJP-യുമാണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ SIR നടപ്പാക്കുന്നതിനെതിരായിട്ട് സംസാരിക്കുന്നു, SIR-ന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നു. SIR-ന്റെ മറവിൽ പൗരത്വ തെളിയിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഈ എന്യൂമറേഷൻ പരിപാടിയെ തന്നെ എതിർക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം വിശ്വാസ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ വിശ്വാസ്യതയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സംശയവും. ഇനി നിങ്ങൾ പറയുന്നു ഈ SIR വളരെ മികച്ച രീതിയിലാണ് നടപ്പാക്കുന്നത്. 10-15 വർഷമായിട്ട് ഈ പണി ചെയ്ത് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കലും ഒഴിവാക്കലിനുമായിട്ടുള്ള അന്വേഷണങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് താല്പര്യമില്ലാത്ത
ഇല്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ഇത് ചെയ്യുമ്പോൾ അവർ വലിയ സമ്മർദ്ദത്തിലാണെന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ജിതിൻ ദേവിന് 5 മിനിറ്റ് കൊണ്ട് ഓൺലൈനായിട്ട് പൂരിപ്പിക്കാൻ പറ്റി. താങ്കൾക്ക് മാത്രം പരിചയമുള്ള ഏതോ ഒരു ഈ പറഞ്ഞ BLO ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കി ആളുകൾക്ക് ആശങ്കയുണ്ടെന്നാണ് ഇന്ന് മാർച്ച് നടത്തി ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന BLOമാരുടെ അസോസിയേഷൻ പറയുന്നത്. അപ്പോൾ അവരെല്ലാം മോശക്കാരാണോ? താങ്കൾ പറയുന്ന ആൾ മാത്രമാണോ ശരിയായിട്ടുണ്ടാകുക? ഇനി ഒരു കാര്യം കൂടിയുണ്ട് കാശ്മീർ, ഇവിടെ അനീഷ് ജോർജിന്റെ മരണത്തിൽ മറ്റൊരു പങ്കാളി കൂടിയുണ്ട്. ആരാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ഈ അധിക സ്ട്രെസ് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി കൂടി ഉണ്ടെന്നുള്ള രാഷ്ട്രീയ വിഷയം കൂടി നമ്മൾ മറന്നുപോയിക്കൂടാ. കാരണം കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള BLA ബൂത്ത് ലെവൽ ഏജന്റിന്റെ കൂടെ കൂട്ടരുത് എന്ന് CPM-ന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു, CPM-ന്റെ പ്രാദേശിക നേതാവിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള പ്രഷർ, അതിന്റെ പേരിൽ താങ്കൾ മാറി നിൽക്കണം, പരാതി കൊടുക്കണമെന്ന് അനീഷ് ജോർജ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഓഡിയോ റെക്കോർഡ് പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. അതുകൂടി പരിശോധിക്കപ്പെടണം. അപ്പോൾ ഒരേ സമയം തന്നെ കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഈ SIR പദ്ധതിക്കെതിരെ നടപടികൾക്കെതിരെ സമരം ചെയ്യുകയും കോടതിയിൽ പോകാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ SIR നടപ്പാക്കുന്നതിന്റെ ഓരം പറ്റിക്കൊണ്ട് കോൺഗ്രസിന്റെ BLA-മാരെ ബൂത്ത് ലെവൽ ഏജന്റുമാരെ ഒഴിവാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് ഇതിലങ്ങ് മേഞ്ഞു കയറാം എന്ന് വിചാരിക്കുന്ന CPM-ന്റെ ഇരട്ടത്താപ്പ് കൂടി പരിശോധിക്കപ്പെടണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.